ഫർണിച്ചർ വിപണന രംഗത്ത് 13 വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ. ഹായ്, നിങ്ങളുടെ പുതിയ ജിമ്മിലേക്കുള്ള ബെസ്റ്റ് ജിം എക്യുപ്മെന്റ്സ് എവിടെ വന്ന് പർച്ചേസ് ചെയ്യണമെന്നുള്ള ആലോചനയിലാണോ? അതോ വീട്ടിൽ സ്വന്തമായിട്ട് വർക്ക്ഔട്ട് ചെയ്യാൻ ഒരു ഹോം ജിം സെറ്റ് ചെയ്യാനുള്ള പ്ലാനിംഗിലാണോ? വെൽനെക്സ് ഫിറ്റ്നസ് എക്യുപ്മെന്റ് സെയിൽസ് ആൻഡ് സർവീസ് നിയർ സിദി ഹാജി സ്റ്റേഡിയം എടവണ്ണ. നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ ജലവിതരണവും അവശ്യ മരുന്നുകളുടെ ലഭ്യതയും ഇല്ല എന്ന വിഷയമുയർത്തി ആശുപത്രി സൂപ്രണ്ടിനെ CPM നേതാക്കൾ സന്ദർശിച്ച് ചർച്ച നടത്തി. നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ ജലവിതരണവും അവശ്യമരുന്നുകളുടെ ലഭ്യതയും ഇല്ല എന്ന വിഷയം ഉയർത്തി ആശുപത്രി സൂപ്രണ്ടിനെ CPIM നേതാക്കൾ സന്ദർശിച്ചു ചർച്ച നടത്തി. ഇന്നലെ വൈകിട്ട് മുതൽ വാർഡുകളിൽ ജലവിതരണം തടസ്സപ്പെട്ടിരുന്നു. രോഗികൾക്കും പരിരക്ഷാ രോഗികൾക്കും ഡയാലിസിസ് രോഗികൾക്കുമുള്ള മിക്ക അവശ്യമരുന്നുകളും ആശുപത്രിയിലെ മെഡിക്കൽ സ്റ്റോർ വഴി തന്നെ വിതരണം ചെയ്യാനുള്ള സംവിധാനം ഉറപ്പുവരുത്തണം എന്നും നേതാക്കൾ സൂപ്രണ്ടിനോട് ആവശ്യപ്പെട്ടു. ആശുപത്രി കഴിഞ്ഞ 10 വർഷക്കാലം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് അധികാരത്തിലിരുന്ന സമയത്ത് രോഗികൾക്കോ രോഗികളുടെ കൂട്ടിരിപ്പുകാർക്കോ ഒരു പ്രയാസവുമില്ലാതെ ജില്ലയിലെ മികച്ച ആശുപത്രിയായി പ്രവർത്തിച്ചിരുന്ന ഒരു ആശുപത്രിയാണ് നമ്മുടെ ജില്ലാ ആശുപത്രി. ഇന്ന് ഈ ആശുപത്രി രോഗികൾക്ക് ഏറ്റവും പ്രയാസമുള്ള ജില്ലയിലെ ആശുപത്രിയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നലെയും ഇന്നുമായി ഈ അഡ്മിറ്റ് ചെയ്ത രോഗികൾക്ക് പ്രാഥമിക കർമ്മങ്ങൾ നിർവഹിക്കാൻ പോലുമുള്ള വെള്ളം കിട്ടാതെ രോഗികൾ പ്രയാസപ്പെടുകയാണ്. അവർ സോഷ്യൽ മീഡിയയിലൂടെ ഭരണാധികാരികളെ ഈ വിവരം അറിയിക്കുന്ന വിവരമാണ്. പത്രങ്ങളിലൂടെ ഈ വാർത്ത വന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് പരിഹരിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ജില്ലാ ആശുപത്രിയുടെ സൂപ്രണ്ടിന് മുമ്പാകെ ഞങ്ങളിന്ന് വന്നത്. ഇവിടെ വന്നപ്പോഴാണ് രോഗികൾ കൂട്ടത്തോടുകൂടി ഞങ്ങളോട് പരാതി പറയാൻ വരികയാണ്. ആവശ്യത്തിന് വരുന്ന മരുന്നുകൾ, അവശ്യ മരുന്നുകൾ ഈ ആശുപത്രിയിലില്ല. എല്ലാ മരുന്നുകളും പുറത്തേക്ക് ഡോക്ടർമാർ എഴുതി രോഗികളെ മാനസികമായി പീഡിപ്പിക്കുന്ന അവസ്ഥയാണ് ഉണ്ടാകുന്നത്. ഷുഗർ പരിശോധിക്കാനുള്ള 2 രൂപയുടെ സ്ട്രിപ്പ് പോലും ഈ ആശുപത്രിയിലുള്ള പുറമേക്ക് എഴുതുകയാണ്. ഡയാലിസിസ് രോഗികൾക്ക് ഡയാലിസിസ് ചെയ്യുന്നതിനാവശ്യമായ മരുന്നുകളില്ലാതെ സ്വകാര്യ മെഡിക്കൽ സ്റ്റോറുകളിലേക്ക് ഡോക്ടർമാർ മരുന്ന് കുറിക്കുന്ന സ്ഥിതിയിലേക്ക് നമ്മുടെ ജില്ലാ ആശുപത്രി മാറുകയാണ്. പാവപ്പെട്ട പാലിയേറ്റീവ് രോഗികൾക്ക് ആവശ്യമായ മരുന്നുകൾ ഈ ജില്ലാ ആശുപത്രിയിൽ നിന്ന് കിട്ടിയിരുന്നുവെങ്കിൽ ഇന്ന് മിക്കവാറും മരുന്നുകൾ പുറത്തേക്ക് എഴുതി കിടപ്പ് രോഗികളെ മാനസികമായി പീഡിപ്പിക്കുന്ന ഭരണമായി ഈ ഭരണം മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ചോദിക്കാൻ നിലമ്പൂരിൽ MLA ഇല്ല. ഈ ആശുപത്രിക്ക് ഭരണാധികാരികളായ ജില്ലാ ആശുപത്രിയുടെ ഭരണസമിതി ഇല്ലാത്ത അവസ്ഥയിലേക്ക് ഈ ആശുപത്രിയുടെ പ്രവർത്തനങ്ങൾ താളം തെറ്റിയിരിക്കുകയാണ്. ഇത് പരിഹരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഞങ്ങൾ ഇന്ന് സൂപ്രണ്ടിനോട് ആവശ്യപ്പെടാൻ വേണ്ടി ഇവിടെ എത്തിച്ചേർന്നത്. ഉന്നയിച്ച വിഷയങ്ങളിൽ ഇന്ന് തന്നെ അടിയന്തര നടപടികൾ സ്വീകരിക്കുമെന്ന സൂപ്രണ്ട് CPIM നേതാക്കൾക്കും പ്രവർത്തകർക്കും ഉറപ്പു നൽകി. CPIM ഏരിയ സെന്റർ അംഗം കക്കാടൻ റഹീം, ലോക്കൽ സെക്രട്ടറി VC ശ്രീധരൻ, ലോക്കൽ കമ്മിറ്റി അംഗം ഷാജഹാൻ ചക്കാലക്കുത്ത്, ബ്രാഞ്ച് സെക്രട്ടറിമാരായ ഷങ്കീത് കോവിലത്തുമുറി, പണവെട്ടി ബാലകൃഷ്ണൻ, മോഹനൻ, ഷൗക്കത്ത്, സത്യൻ മഠത്തിൽ, മോഹനൻ, വിമൽ രാഗ തുടങ്ങിയ പ്രവർത്തകരും സന്ദർശിച്ച് ആവശ്യം ഉന്നയിച്ച വേളയിൽ സന്നിധരായിരുന്നു. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെയും കേരള സർക്കാരിന്റെയും അംഗീകാരത്തോടെ വിൻസെൻഷൻ വൈദികരുടെ നേതൃത്വത്തിൽ നിലമ്പൂർ റെയിൽവേ സ്റ്റേഷന് സമീപം ഡീപോൾ ക്യാമ്പസിൽ BCA, BSW, BCom, BSc ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, BSc സൈക്കോളജി, BSc ഹോട്ടൽ മാനേജ്മെന്റ് തുടങ്ങിയ ഡിഗ്രി കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ഡീപോൾ കോളേജ്, ഡിസാറ്റ്, നിലമ്പൂർ. Charitra Vivag Bridal Collections by Shobhika Weddings.